അനന്തകോടി നക്ഷത്രങ്ങളാൽ അലങ്കൃതമായ ഈ വിശ്വമഹാകാശത്ത് ഓരോ നക്ഷത്രത്തിനും ഓരോ കഥ പറയാനുണ്ട്. എന്നാൽ മേടം രാശിയുടെ ഹൃദയഭാഗത്ത് അഗ്നിയുടെ തീഷ്ണതയും പ്രണയത്തിന്റെ ലാവണ്യവും ഒരുപോലെ ആവാഹിച്ചുകൊണ്ട് ജ്വലിച്ചു നിൽക്കുന്ന ഒരു നക്ഷത്രമുണ്ട്. അതാണ് ഭരണി. വെറുമൊരു നക്ഷത്രമല്ല ഭരണി, അത് പ്രപഞ്ചത്തിന്റെ സൃഷ്ടിശക്തിയുടെയും പരിവർത്തനത്തിന്റെയും പ്രഭാവലയമാണ്. അശ്വിനിയിൽ തുടങ്ങുന്ന നക്ഷത്രയാത്രയിൽ രണ്ടാമനായി നിൽക്കുന്ന ഭരണി യഥാർത്ഥത്തിൽ ഒരു സൃഷ്ടാവാണ്. ജ്യോതിഷശാസ്ത്രത്തിന്റെ ഗഗനമായ താളുകളിൽ ഭരണി നക്ഷത്രക്കാർ വിശേഷിപ്പിക്കപ്പെടുന്നത് കർമ്മവീരന്മാർ എന്നാണ്. ഈ പ്രപഞ്ചത്തെ താങ്ങുന്നവർ എന്നാണ് ഭരണി എന്ന വാക്കിന്റെ അർത്ഥം തന്നെ. ഒരു വിത്ത് മണ്ണിൽ വീണ് ഇരുട്ടിനെ ഭേദിച്ച് മുളപൊട്ടി ആകാശത്തേക്ക് ഉയരുന്നത് എങ്ങനെയാണോ, അതുപോലെ ജീവിതത്തിലെ കഠിനമായ പ്രതിസന്ധികളെ പോലും അതിജീവിച്ച് വിജയക്കൊടി പാറിക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ് ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർ. ഭരണിയുടെ ദേവത നീതിയുടെ ആൾരൂപമായ യമധർമ്മരാജനാണ്. പലരും ഭയത്തോടെ നോക്കുന്ന ആ പേര് സത്യത്തിൽ ജീവിതത്തിന്റെ പൊരുളായ അച്ചടക്കത്തെയും ധർമ്മത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ ഈ നക്ഷത്രത്തിന്റെ അധിപനാകട്ടെ സൗന്ദര്യത്തിന്റെയും കലയുടെയും പ്രതീകമായ ശുക്രനും. ഒരേ സമയം യമന്റെ നീതിബോധവും ശുക്രന്റെ കലാപരമായ സൗകുമാര്യവും ഒരുപോലെ സമ്മേളിക്കുന്ന അപൂർവ വ്യക്തിത്വങ്ങൾ. അതാണ് ഭരണി നക്ഷത്രക്കാർ. അവരുടെ കണ്ണിൽ ഒരു വശീകരണ ശക്തിയുണ്ട്. വാക്കുകളിൽ ആരെയും ആകർഷിക്കുന്ന മാന്ത്രികതയുണ്ട്. പ്രവൃത്തികളിൽ ലോകത്തിന് മാതൃകയാക്കാവുന്ന കൃത്യതയുണ്ട്. ഭരണി നക്ഷത്രക്കാർ ഈ ലോകത്തിലേക്ക് വരുന്നത് വെറുതെ ജീവിച്ചു പോകാനല്ല, മറിച്ച് നിങ്ങളുടെ പാദമുദ്രകൾ കാലത്തിന്റെ മൺതരികളിൽ ആഴത്തിൽ പതിപ്പിക്കാനാണ്. ഭരണി നക്ഷത്രം ഒരു ഗർഭപാത്രത്തിന് സമാനമാണ്. അവിടെ ആശയങ്ങൾ ജനിക്കുന്നു, സ്വപ്നങ്ങൾ രൂപപ്പെടുന്നു, മാറ്റത്തിന്റെ വിപ്ലവങ്ങൾ നാമ്പെടുക്കുന്നു. മറ്റുള്ളവർക്ക് അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ അനായാസം സാധിച്ചെടുക്കുന്ന നിങ്ങളുടെ മനസ്സ് ഒരു മഹാസമുദ്രം പോലെയാണ്. പുറമേ ശാന്തമാണെങ്കിലും ഉള്ളിൽ അളക്കാനാവാത്ത ആഴവും കരുത്തും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു. സ്നേഹിച്ചാൽ ജീവൻ നൽകുന്ന, എതിർത്താൽ അഗ്നിയായി മാറുന്ന, സത്യത്തിനു വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഭരണി നക്ഷത്രക്കാരുടെ മഹത്വം വാക്കുകൾക്ക് അപ്പുറമാണ്. ഈ വീഡിയോയിലൂടെ നാം യാത്ര ചെയ്യുന്നത് നിങ്ങളുടെ ഉള്ളിലെ ആ അപാരമായ ഊർജത്തിലേക്കും നിങ്ങൾ പോലും അറിയാത്ത നിങ്ങളുടെ അത്ഭുതകരമായ സവിശേഷതകളിലേക്കുമാണ്. നിങ്ങൾ പ്രപഞ്ചത്തിന്റെ ഒരു അത്ഭുതമാണ്. ഭരണി നക്ഷത്രം എന്നത് ആ അത്ഭുതത്തിന് നൽകിയ വിശുദ്ധമായ പേരും. ഭരണിയുടെ അധിപൻ ശുക്രനാണ്. സൗന്ദര്യത്തിന്റെയും കലയുടെയും പ്രണയത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ദേവനായ ശുക്രൻ നിങ്ങളുടെ ജീവിതത്തിൽ ചൊരിയുന്ന അനുഗ്രഹങ്ങൾ കുറച്ചൊന്നുമല്ല. ഭരണി നക്ഷത്രക്കാർക്ക് ഒരു പ്രത്യേക കാന്തശക്തിയുണ്ട്. അവർ ഒരു സദസ്സിലെത്തിയാൽ എല്ലാവരുടെയും ശ്രദ്ധ തന്നിലേക്ക് ആകർഷിക്കാൻ അവർക്ക് പ്രത്യേക പ്രയത്നമൊന്നും വേണ്ടിവരില്ല. ശുക്രന്റെ സ്വാധീനം നിങ്ങളെ ഒരു ആസ്വാദകനാക്കുന്നു. നല്ല വസ്ത്രങ്ങൾ, സ്വാദിഷ്ടമായ ഭക്ഷണം, മനോഹരമായ വീട്, കലയോടുള്ള അഭിനിവേശം, ഇതെല്ലാം ഭരണി നക്ഷത്രക്കാരുടെ പ്രത്യേകതയാണ്. ജീവിതത്തെ അതിന്റെ പൂർണ്ണതയിൽ ആഘോഷിക്കാൻ നിങ്ങളെ കഴിഞ്ഞേ മറ്റാരുമുള്ളൂ. നിങ്ങളുടെ വാക്കുകളിൽ ആർജവമുണ്ട്. തുറന്നു പറച്ചിലുകൾ പലപ്പോഴും മറ്റുള്ളവർക്ക് കൈപ്പേറിയതായി തോന്നാമെങ്കിലും അതിലെപ്പോഴും സത്യത്തിന്റെ അംശമുണ്ടാകും. മുഖത്ത് നോക്കി സത്യം പറയുന്നവൻ എന്ന വിശേഷണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു അലങ്കാരമാണ്. ഭരണി നക്ഷത്രക്കാരുടെ ജീവിതം പലപ്പോഴും ഒരു ശുദ്ധീകരണ പ്രക്രിയ പോലെയാണ്. അഗ്നിയിൽ സ്ഫുടം ചെയ്തെടുത്ത സ്വർണം പോലെ പ്രതിസന്ധികളെ അതിജീവിച്ച് കൂടുതൽ തിളക്കത്തോടെ പുറത്തു വരാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. ഭരണി നക്ഷത്രക്കാരുടെ ജീവിതം എടുത്തു നോക്കിയാൽ ഒരു കാര്യം വ്യക്തമാകും. അവർ വെല്ലുവിളികളെ സ്നേഹിക്കുന്നവരാണ്. മേടം രാശിയുടെ പരുക്കൻ സ്വഭാവവും ചൊവ്വയുടെ ധീരതയും നിങ്ങളിൽ സമ്മേളിക്കുന്നു. ജീവിതത്തിൽ എത്ര വലിയ പരാജയങ്ങൾ സംഭവിച്ചാലും ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന ഫീനിക്സ് പക്ഷിയെ പോലെ നിങ്ങൾ തിരിച്ചു വരും. ഭയമില്ലായ്മയാണ് ഭരണിയുടെ മുഖമുദ്ര. മറ്റുള്ളവർ പിന്മാറുന്നിടത്ത് ഭരണി നക്ഷത്രക്കാർ ധൈര്യപൂർവ്വം മുന്നോട്ട് നീങ്ങുന്നു. നിങ്ങളൊരു മികച്ച നേതാവാണ്. പ്രതിസന്ധികളിൽ തളരാതെ കൂടെയുള്ളവരെ നയിക്കാൻ നിങ്ങൾക്ക് പ്രത്യേക കഴിവുണ്ട്. പുറമെ പരുക്കൻ എന്ന് തോന്നുമെങ്കിലും ഭരണി നക്ഷത്രക്കാരുടെ ഉള്ളിൽ സ്നേഹത്തിന്റെ ഒരു മഹാസമുദ്രമുണ്ട്. പ്രിയപ്പെട്ടവർക്കായി എന്തു ത്യാഗവും ചെയ്യാൻ ഇവർ മടിക്കില്ല. സൗഹൃദമായാലും പ്രണയമായാലും അവർ അത് ആത്മാർത്ഥമായി നിർവഹിക്കുന്നു. താൻ സ്നേഹിക്കുന്നവർ സുരക്ഷിതരായിരിക്കണമെന്ന വാശി ഭരണി നക്ഷത്രക്കാർക്കുണ്ട്. കുടുംബത്തോടുള്ള കടപ്പാട് ഭരണിക്കാരുടെ ജീവിതത്തിന്റെ കേന്ദ്ര ബിന്ദുവാണ്. ഒരു തണൽ വൃക്ഷം പോലെ അവർ തന്റെ കുടുംബത്തെ സംരക്ഷിക്കുന്നു. നിങ്ങളുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് നൽകുന്ന ആശ്വാസം ചെറുതല്ല. ഭരണി നക്ഷത്രക്കാർ ഏത് മേഖല തിരഞ്ഞെടുത്താലും അവിടെ തനതായ മുദ്ര പതിപ്പിക്കും. ശുക്രന്റെ സ്വാധീനത്താൽ അഭിനയം, സംഗീതം, നൃത്തം, പെയിന്റിംഗ് തുടങ്ങിയ മേഖലകളിൽ ഇവർ ശോഭിക്കുന്നു. നേതൃഗുണമുള്ളതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിലും ബിസിനസ് മാനേജ്മെന്റിലും ഇവർ ഉന്നത തലങ്ങളിലെത്തും. മറ്റുള്ളവരുടെ വേദന മാറ്റാനുള്ള ആഗ്രഹം ഇവരെ മികച്ച ഡോക്ടർമാരോ നഴ്സുമാരോ ആക്കുന്നു. സത്യത്തോടുള്ള പ്രതിബദ്ധത മികച്ച അഭിഭാഷകരും ജഡ്ജിമാരുമാക്കുന്നു. പണം സമ്പാദിക്കുന്നതിനേക്കാൾ ഉപരിയായി
അന്തസ്സോടെ ജീവിക്കാനാണ് ഭരണിക്കാർ ആഗ്രഹിക്കുന്നത്. അവർ കഠിനാധ്വാനികളാണ്. ഭാഗ്യത്തെക്കാൾ ഉപരിയായി സ്വന്തം വിയർപ്പിൽ വിശ്വസിക്കുന്നവരാണ്. ലോകത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന പലരും ഭരണി നക്ഷത്രക്കാരായിരുന്നു. പഴയതിനെ തകർത്ത് പുതിയതിനെ പടുത്തുയർത്തുക എന്നത് നിങ്ങളുടെ ജന്മ സ്വഭാവമാണ്. സമൂഹത്തിലെ അന്ധവിശ്വാസങ്ങൾക്കും തെറ്റായ കീഴ്വഴക്കങ്ങൾക്കുമെതിരെ നിങ്ങൾ ശബ്ദമുയർത്തുന്നു. പരിവർത്തനം എന്നത് നിങ്ങൾക്ക് കേവലം ഒരു വാക്കല്ല, മറിച്ച് ജീവിതചര്യയാണ്. നിങ്ങൾ കടന്നു പോകുന്ന ഇടങ്ങളെല്ലാം പരിവർത്തനത്തിന് വിധേയമാകുന്നു. നിങ്ങളുടെ ചിന്തകൾ വിപ്ലവകരമാണ്. മറ്റുള്ളവർ ചിന്തിക്കാൻ ഭയപ്പെടുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ നിങ്ങൾ തയ്യാറെടുക്കുന്നു. ഒരിക്കൽ തീരുമാനമെടുത്താൽ അതിൽ നിന്ന് ഭരണിക്കാരെ പിന്തിരിപ്പിക്കാൻ ആർക്കും കഴിയില്ല. കപടത കാണിക്കാൻ ഇവർക്കറിയില്ല. മനസ്സിലുള്ളത് അതേപടി പുറത്തു പറയും. പ്രസവ വേദന സഹിക്കുന്ന അമ്മയെപ്പോലെ ലക്ഷ്യത്തിലെത്താൻ എത്ര വലിയ കഷ്ടപ്പാടുകളും ഇവർ സഹിക്കും. കാര്യങ്ങളെ ആഴത്തിൽ വിശകലനം ചെയ്യാനുള്ള കഴിവ് ഭരണിക്കുണ്ട്. ഭരണി നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ അമിതമായ ആത്മവിശ്വാസം ചിലപ്പോൾ അഹങ്കാരമായി മറ്റുള്ളവർക്ക് തോന്നാം. ദേഷ്യം പെട്ടെന്ന് വരാൻ സാധ്യതയുള്ളതിനാൽ അത് നിയന്ത്രിക്കുന്നത് നന്നായിരിക്കും. എല്ലാവരും നിങ്ങളെപ്പോലെ സത്യസന്ധരാകണമെന്ന് വാശി പിടിക്കരുത്. ലോകം വൈവിധ്യങ്ങളുടേതാണെന്ന് തിരിച്ചറിയുക. എങ്കിലും നിങ്ങളുടെ ഈ കുറവുകളെ പോലും മറികടക്കുന്നതാണ് നിങ്ങളുടെ ഗുണങ്ങൾ. നിങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ പോലും ഒരു നല്ല ലക്ഷ്യത്തിന് വേണ്ടിയായിരിക്കുമെന്ന് തിരിച്ചറിയുന്നവരാണ് നിങ്ങളുടെ യഥാർത്ഥ സുഹൃത്തുക്കൾ. ഈ ലോകം എന്ന് നിലനിൽക്കുന്നത് ഭരണിയെപ്പോലെയുള്ള കർമ്മധീരരായ നക്ഷത്രങ്ങൾ ഉള്ളതുകൊണ്ടാണ്. സൃഷ്ടി നടക്കണമെങ്കിൽ ഭരണിയുടെ ആർജവം വേണം. ധർമ്മം സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഭരണിയുടെ നീതിബോധം വേണം. സൗന്ദര്യം നിലനിൽക്കണമെങ്കിൽ ഭരണിയുടെ കലാബോധം വേണം. ഭരണി നക്ഷത്രത്തിൽ ജനിച്ച നിങ്ങൾ ഒരു അപൂർവ പ്രതിഭയാണ്. നിങ്ങളുടെ ഉള്ളിലെ അഗ്നിയെ ഒരിക്കലും അണയാൻ അനുവദിക്കരുത്. അത് ലോകത്തിന് വെളിച്ചം നൽകട്ടെ. നിങ്ങളുടെ പാതകൾ പൂക്കൾ വിരിച്ചതാകട്ടെ. പ്രതിസന്ധികൾ വരുമ്പോൾ ഓർക്കുക, നിങ്ങൾ ജനിച്ചത് ഭരിക്കാനാണ്, തളരാനല്ല. ഈ പ്രപഞ്ചത്തിന്റെ താളലയങ്ങൾ ഓരോ മനുഷ്യനിലും ഓരോ രീതിയിലാണ് പ്രകടമാകുന്നത്. എന്നാൽ ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ആ താളം ഒരു സംഗീതം പോലെ മനോഹരവും അതേസമയം ഇടിമുഴക്കം പോലെ ശക്തവുമാണ്. നാം ഇതുവരെ ചർച്ച ചെയ്ത ഭരണി നക്ഷത്രത്തിന്റെ സവിശേഷതകൾ വെറും വാക്കുകളല്ല, മറിച്ച് ലോകത്തിന്റെ നിലനിൽപ്പിന് ആധാരമായ ചില സത്യങ്ങളാണ്. അഗ്നിയിൽ നിന്ന് ജനിച്ചവർക്ക് വെളിച്ചം നൽകാതിരിക്കാൻ കഴിയില്ല. നിങ്ങൾ കടന്നു പോകുന്ന പാതകളിൽ മാറ്റത്തിന്റെ വിത്തുകൾ പാകാനും തളർന്നു നിൽക്കുന്നവർക്ക് താങ്ങായി മാറാനും നിങ്ങൾക്ക് ജന്മനാ കഴിയുന്നു. ശുക്രൻ നൽകിയ കലാബോധവും പ്രണയവും നിങ്ങളുടെ ഹൃദയത്തെ മൃദുവാക്കുമ്പോൾ യമധർമ്മരാജൻ നൽകിയ നീതിബോധം നിങ്ങളുടെ നട്ടെല്ലിനെ ഉറപ്പുള്ളതാക്കുന്നു. ഭരണിയുടെ നക്ഷത്രാധിപൻ ശുക്രൻ ആയതുകൊണ്ട് തന്നെ ഐശ്വര്യത്തിന്റെയും സൗന്ദര്യത്തിന്റെയും ദേവിയായ മഹാലക്ഷ്മിയെ ഉപവാസിക്കുന്നത് അത്യുത്തമമാണ്. എല്ലാ വെള്ളിയാഴ്ചകളിലും ലക്ഷ്മി ദേവിക്ക് അർച്ചന നടത്തുകയോ വീട്ടിൽ നെയ്വിളക്ക് കൊളുത്തി മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുകയോ ചെയ്യുക. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ സാമ്പത്തിക തടസ്സങ്ങൾ നീക്കി ഐശ്വര്യം കൊണ്ടുവരും. വെള്ളിയാഴ്ചകളിൽ വെളുത്ത വസ്ത്രം ധരിക്കുന്നതും ഗുണകരമാണ്. ഭരണിയുടെ ദേവത യമനാണ്. യമൻ എന്നത് വെറും മൃത്യുദേവനല്ല, മറിച്ച് ധർമ്മത്തിന്റെ കാവലാളാണ്. യമദേവന്റെ ഗുരുവായ പരമശിവനെ ആരാധിക്കുന്നത് ഭരണി നക്ഷത്രക്കാരുടെ ആയുസ്സിനും ആരോഗ്യത്തിനും അത്യന്താപേക്ഷിതമാണ്. ശനിയാഴ്ചകളിലോ തിങ്കളാഴ്ചകളിലോ ശിവക്ഷേത്ര ദർശനം നടത്തുക. മൃത്യുഞ്ജയ മന്ത്രം പതിവായി ജപിക്കുന്നത് ഭരണിക്കാരുടെ മാനസിക സംഘർഷങ്ങൾ കുറയ്ക്കാനും അപകടങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനും സഹായിക്കും. ജീവിതത്തിന്റെ പരീക്ഷണശാലകളിൽ എത്ര തന്നെ അഗ്നിപരീക്ഷകൾ നേരിടേണ്ടി വന്നാലും അവയെല്ലാം അതിജീവിച്ച് കൂടുതൽ തിളക്കത്തോടെ ഉദിച്ചുയരാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളിലെ ഭരണി എന്നാൽ സഹിക്കുന്നവൻ മാത്രമല്ല, വിജയിക്കുന്നവൻ കൂടിയാണ്. നിങ്ങളുടെ മനോധൈര്യം പരാജയങ്ങളെ വിജയങ്ങളാക്കി മാറ്റുന്നു. ഓരോ ഭരണിക്കാരന്റെയും ഉള്ളിൽ ഒരു വലിയ നവോത്ഥാന നായകനുണ്ട്. ആ നായകനെ ഉണർത്തുക എന്നത് മാത്രമാണ് നിങ്ങളുടെ നിയോഗം.